Jesus Christ told many commandments to his disciples. യേശു തന്റെ ശിഷ്യന്മാരോട് പല കൽപ്പനകൾ അരുളി ചെയ്തു. And they all observed and they walked with Jesus for a long time. അതെല്ലാം അവർ പാലിച്ചുകൊണ്ട് യേശുവിനോട് ദീർഘകാലം സഞ്ചരിച്ചു. But once Jesus said that you have to eat my flesh and you have to drink my blood, and many of us from that day onwards went back, or they did not continue to walk with Jesus. എന്നാൽ ഒരിക്കൽ യേശു അവരോട് നിങ്ങൾ എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും വേണം എന്ന് പറഞ്ഞപ്പോൾ ആ വചനത്തിങ്കിൽ ഇടറി പലരും അതിനുശേഷം യേശുവിനോട് നടക്കാതായി പലരും യേശുവിനെ വിട്ടുപോയി. Only 12 disciples afterwards also walked, but all others left behind, or they left Jesus Christ. 12 ശിഷ്യന്മാർ മാത്രം പിന്നീടും യേശുവിനോട് കൂടെ സഞ്ചരിച്ചു. ബാക്കിയുള്ളവർക്ക് യേശുവിനെ വിട്ടുപോയി. Yes, eating the flesh of Jesus and drinking the blood of Jesus Christ is literally easy, but and the preparation is very difficult. യേശുവിന്റെ രക്തം കുടിക്കുക, മാംസം തിന്നുക അക്ഷരികമായി എളുപ്പമാണ്, പക്ഷേ അതിനുള്ള ഒരുക്കപ്പെടുന്നത് പ്രയാസമാണ്. For that we have to keep our life for a long time. From the previous communion service to this communion service, we have to keep our life without any unwanted things. Then only we can take part in it. അതിനുവേണ്ടി കഴിഞ്ഞ കർത്തൃമേശ മുതൽ ഈ കർത്തൃമേശ വരെയും നമ്മുടെ ജീവിതത്തെ നാം സൂക്ഷിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആ കർത്തൃമേശയിൽ സംബന്ധിപ്പാൻ നമുക്ക് കഴിയുകയുള്ളൂ. That is a difficult thing. അത് പ്രയാസമേറിയ കാര്യമാണ്. That's why many are not taking part in this communion service also. അതുകൊണ്ടാണ് ഈ കർത്തൃമേശയിലും പലരും സംബന്ധിക്കാത്തത്. Anyway, God helped us to come over here and take part in His communion service. That means we are continue to walk with Jesus Christ. We are not stopping to walk with Jesus Christ. We are continuing to walk with Jesus Christ. Further, let us praise God. എങ്ങനെയായാലും കർത്താവ് നമ്മെ സഹായിച്ച ഈ കർത്തൃമേശയിൽ സംബന്ധിപ്പാൻ ദൈവം നമ്മെ കൊണ്ടുവന്നല്ലോ. അതിന്റെ അർത്ഥം നാം യേശുവിനോടുകൂടെ തുടർന്ന് നടക്കുന്നു, തുടർന്നും യേശുവിനോട് നടക്കാൻ പോകുന്നു. അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Beloved child of God, in this world there are many big people, many famous people, many rich people, many honorable people before the sight of this world. പ്രിയ ദൈവമക്കളെ, ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഈ ലോകത്തിൽ പല ശ്രേഷ്ഠരായവർ, ഉന്നതന്മാർ, മഹാന്മാർ, അറിയപ്പെടുന്ന ആളുകൾ, മാനിക്കപ്പെടുന്ന ധനികന്മാരായ പലരുമുണ്ട്. People are trying to walk with them. ആളുകൾ അവരോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. But for us, God has given the privilege to walk with Jesus. Those who are taking communion service, they are walking with Jesus. എന്നാൽ നമുക്ക് യേശുവിനോടുകൂടെ ചേർന്ന് നടക്കുവാൻ സൗഭാഗ്യം ദൈവം തന്നിരിക്കുന്നു. കർത്തൃമേശയിൽ സംബന്ധിക്കുന്നവർ യേശുവിനോടുകൂടെ ചേർന്ന് നടക്കുന്നു. So we walked so far, and henceforth also we are going to walk. Let's praise God. ഇതുവരെ നാം യേശുവിനോടുകൂടെ ചേർന്ന് നടന്നു, ഇനി മേലാലും നാം യേശുവിനോട് ചേർന്ന് നടക്കാൻ പോകുന്നു. അതിനായി സ്തോത്രം ചെയ്യാം. Hallelujah. Praise the Lord, 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 praise the Lord. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും
തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശ തന്നെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. ആശ തന്നെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ. യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. 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 Hallelujah. Heavenly Father, once again we submit ourselves, Lord. Take charge of this meeting and do great things this day also. Let this meeting or this communion service might be a great blessing to each one of us, and also it might be a blessing to the whole world. Lord, we are committing once again in thy hand. Wash us, cleanse us, sanctify us, purify us. Hallelujah. Make worthy to take part in the communion service. Bring all the people who are supposed to come and who are supposed to take part in the communion service also. So far you have been helpful to us in all the ways of our life coming forth. Also help us and do great things. Jesus' name as the Father. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Sit. ഇരിക്കാം. പാടും. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിയിടാം. യുദ്ധങ്ങൾ
Hallelujah. 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 യേശുവേ 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 ഹല്ലേലൂയ 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 ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ മണവാളൻ വരവേറ്റുമടുത്തു പോയി മോളിനെ കെട്ടിടതോടിടുക 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 മണവാളൻ വരവേറ്റുമടുത്തു പോയി Hallelujah. 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 Beloved child of God, before we are going to eat the body of Christ and drink the blood of Christ, പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ മാംസം നാം തിന്നുകയും രക്തം കുടിക്കുവാൻ ചെയ്യുവാൻ പോകുന്നതിന് മുൻപേ Jesus Christ, High Priest, is moving in our midst with His blood. മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തവുമായി നമ്മുടെ മധ്യേ ഉലാവുന്നു. മഹാപ്രധാനാസനായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മധ്യയിലെ തമ്മുടെ രക്തത്തെ അവർ എടുത്തുകൊണ്ട് നമ്മുടെ മധ്യയിലെ ഉലാവുகிறார். How many of you feel that He is nearby with His blood? തന്റെ രക്തവുമായി നിങ്ങളുടെ ചാരേ അവനായിരിക്കുന്നുവെന്ന് നിങ്ങളിൽ എത്ര പേർക്കത് അനുഭവിപ്പാൻ കഴിയുന്നു? அவருடைய சொந்த ரத்தத்தை எடுத்துக்கொண்டு நம்முடைய பக்கத்திலே நிற்கிறார் என்பதை நீங்கள் எத்தனை பேர் உணர முடிகிறது? If you feel, how you can be seated in the presence of God? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ എപ്രകാരം ദൈവത്തിൽ ഇങ്ങനെ ഇരിപ്പാൻ കഴിയും? நீங்கள் அப்படி உணர முடிந்தால் நீங்கள் தேவனுடைய சமூகத்தில் எப்படி இப்படி இருக்க முடியும்? If Christ is coming nearby you with the blood, how you can sit in the chair? ക്രിസ്തു നിങ്ങളുടെ സമീപേ തന്റെ രക്തവുമായി കടന്നു വരുന്നു എങ്കിൽ കസേരയിൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിപ്പാൻ കഴിയും? கிறிஸ்து தன்னுடைய சொந்த ரத்தத்தை எடுத்துக்கொண்டு உங்களுடைய பக்கத்தில் வருவார் என்றால் நீங்கள் எப்படி நாற்காலியில் தொடர்ந்து இருக்க முடியும்? What the high priest should do by that blood unto you right now? ആ രക്തം കൊണ്ട് മഹാപുരോഹിതൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം?
அந்த மகா பிரதான ஆசாரியர் அந்த இரத்தத்தை கொண்டு உங்களுக்கு என்ன செய்ய வேண்டும்? We are going to drink, that is later. നാം ആ രക്തം കുടിക്കാൻ പോകുന്നു, അത് പിന്നീട്. நாம் அந்த இரத்தத்தை பானம் பண்ண போகிறோம், அது பின்பாக. You know the power of the blood of Jesus. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എന്തെന്ന് നാം അറിയുന്നല്ലോ. இயேசுவின் இரத்தத்தில் இருக்கிற வல்லமை என்ன என்பதை நமக்கு எல்லோருக்கும் தெரியும் அல்லவா? All sins should be forgiven. സകല പാപങ്ങളും ക്ഷമിക്കപ്പെടും. எல்லா பாவங்களும் மன்னிக்கப்படும். All sickness will be healed. എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കപ്പെടും. எல்லா வியாதிகளும் குணமாக்கப்படும். All your conscience will be cleansed. നിങ്ങളുടെ എല്ലാവരുടെയും മനസാക്ഷി ശുദ്ധീകരിക്കപ്പെടും. உங்களுடைய எல்லோருடைய மனசாட்சியும் அது சுத்திகரிக்கப்படும். Your heart will become pure. നിങ്ങളുടെ ഹൃദയം അത് സുവ്യക്തമായി ശുദ്ധമായി തീരും. உங்களுடைய இருதயம் மகா பரிசுத்தமாக மாறும். Satan will flee away from here. ഇവിടെ നിന്ന് സാത്താൻ ഓടിപ്പോകും. இங்கே இருந்து சாத்தான் ஓடி போவான். You will come under the power of the protection of that blood. നിങ്ങൾ ആ രക്തത്തിൻ സംരക്ഷണത്തിൻ കീഴിൽ കടന്നു വരും. நீங்கள் அந்த இரத்தத்தில் இருக்கிற பாதுகாப்பின் வல்லமைக்கு கீழே வருவீர்கள். You will be redeemed by the blood of Jesus. യേശുവിൻ രക്തത്തിനാൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. நீங்கள் you redeemed now. ഇപ്പോൾ നിങ്ങൾ യേശുവിൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു. நீங்கள் വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. நீங்கள் இப்பொழுது இயேசுவின் இரத்தத்தால் மீட்கப்பட்டுக் கொண்டு இருக்கிறீர்கள். Oh, you are receiving peace by the blood of Jesus. യേശുവിൻ രക്തത്തിനാൽ നിങ്ങൾ ഇതാ സമാധാനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. நீங்கள் இயேசுவின் இரத்தத்தினால் சமாதானத்தை பெற்றுக்கொண்டு Before இருக்கிறீர்கள். drinking the blood, what Jesus should do unto you with that blood. ആ രക്തം നിങ്ങൾ കുടിക്കുന്നതിന് മുൻപായി യേശുവിന്റെ ആ രക്തം കൊണ്ട് യേശു നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്തു തരണം? இயேசுவின் இரத்தத்தை நீங்கள் பானம் பண்ணுவதற்கு முன்பாக அந்த இரத்தத்தினால் இயேசு உங்களுக்கு என்ன செய்ய வேண்டும்? Tell unto him. അവനോട് നിങ്ങൾ പറയുവീൻ. அவரிடத்தில் அதை சொல்லுங்கள். He is standing by you. ഇതാ അവൻ നിങ്ങളുടെ ചാരേ നിൽക്കുന്നു. இதோ அவர் உங்களுடைய பக்கத்திலே நிற்கிறார். Hallelujah. Hallelujah. Jesus says, I want to transform you by my blood. യേശു പറയുകയാണ്, എന്റെ രക്തം കൊണ്ട് നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. என்னுடைய இரத்தத்தினால் உன்னை மறுரூபப்படுத்த நான் விரும்புகிறேன் என்று இயேசு சொல்கிறார். Yes, Lord. അതേ കർത്താവേ, ஆம் ஆண்டவரே, Do that. അത് ചെയ്യണമേ. அப்படியே செய்யும். Don't be silent. നിങ്ങൾ മൗനമായിരിക്കരുത്. நீங்கள் மௌனமாக இருக்க வேண்டாம். Don't open your eye. നിങ്ങൾ കണ്ണുകൾ തുറക്കരുത്. உங்களுடைய கண்களை திறக்க வேண்டாம். Don't think the things outside of this hall. ഈ ഹാളിന് പുറത്തുള്ളതായ കാര്യങ്ങളെ ഇപ്പോൾ ചിന്തിക്കേണ്ട. இந்த மண்டபத்தில் புறத்தே நடக்கிற காரியங்களை பற்றி சிந்திக்க வேண்டாம்.
കാൽവറിയിൽ നിന്നൊഴുകിയിടുന്നവൻ കടല് പോലുള്ള കൃപമതി 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 എനിക്ക് കൃപമതി 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 എനിക്ക് കാൽവരിയിൽ നിന്നൊഴുകിടുവാൻ കടൽ പോലഴവേറുന്ന കൃപമതി 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 എനിക്ക് കൃപമതി 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 എനിക്ക് കാൽവരിയിൽ നിന്നൊഴുകിടുവാൻ കടൽ പോലഴവേറിയ കൃപമതി 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 എനിക്ക് കൃപമതി 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 എനിക്ക് കാൽവരിയിൽ നിന്നൊഴുകിടുവാൻ കടൽ പോലഴവേറുന്ന കൃപമതി 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 എനിക്ക് കൃപമതി 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 എനിക്ക് കാൽവരിയിൽ നിന്നൊഴുകിടുവാൻ കടൽ പോലഴവേറുന്ന കൃപമതി 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 എനിക്ക് 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 കൃപമതി
you have believed the blood of Christ, God is forgiving all your sins by his blood. ക്രിസ്തുവിന്റെ രക്തത്തിൽ നിങ്ങൾ വിശ്വസിച്ചതിനാൽ ദൈവം യേശുവിന്റെ രക്തത്തിനാൽ നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിക്കുന്നു. கிறிஸ்துவின் ரத்தத்தில் நீங்கள் விசுவாசம் வைத்தபடியினால் தேவன் இயேசுவின் ரத்தத்தினால் உங்களுடைய பாவங்களை எல்லாம் மன்னிக்கிறார். You believed the blood, power of the blood, so your all sicknesses are being healed. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചതിനാൽ നിങ്ങളുടെ സകല രോഗങ്ങളും സൗഖ്യമായി. நீங்கள் இயேசுவின் ரத்தத்தில் உள்ள வல்லமையை நீங்கள் விசுவாசித்தபடியினால் அவர் உங்களுடைய வியாதிகளை எல்லாம் குணமாக்கி இருக்கிறார். Oh beloved child of God, now also he is going to do a miracle by the blood of Jesus. ദൈവമക്കളെ, ഇപ്പോഴും യേശുവിന്റെ രക്തത്തിനാൽ ഇതാ അവൻ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. இப்பொழுது இயேசுவின் ரத்தத்தினால் ஒரு அற்புதத்தை அவர் செய்ய போகிறார். Jesus. Karabala. Amen. Lord, I believe the miracle working power of your blood. കർത്താവേ, നിന്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന നിന്റെ രക്തത്തിൻ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ஆண்டவரே, அற்புதத்தை செய்கிற வல்லமையுடைய உம்முடைய இரத்தத்திலே நான் விசுவாசிக்கிறேன். If we believe it, now Lord will do a miracle for you. നീ വിശ്വസിച്ചാൽ ഇപ്പോൾ നിനക്ക് വേണ്ടി കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. நீங்கள் அதை விசுவாசித்தால் உங்களுக்காக தேவன் ஒரு அற்புதத்தை இப்பொழுது செய்வார். Right now. இப்பொழுதுதானே. We believe and glorify God and fill in the Spirit. നീ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ആത്മാവിൽ നിറയുവീ. நீ விசுவாசித்து தேவனுக்கு மகிமை செலுத்தி ஆவியில் நிறைந்து களிகூரு. Fill in the Spirit, powerfully. ஆத்மாவில் நிறைவி, சக்தமாய் நிறைவி. ஆவியில் நிறையுங்கள், வல்லமையாய் ஆவியில் நிறையுங்கள். രക്തത്തിൻ പലനായി വാഴുവേൻ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളാകെ രക്തത്തിൻ പലനായി വാഴുവേൻ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളാകെ രക്തത്തിൻ പലനായി വാഴുവേൻ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളാകെ வாழுவே சொர்க்கத்தில் கோடி கோடி யுகங்களாக ரத்தத்தின் பலனால் வாழுவே சொர்க்கத்தில் கோடி கோடி யுகங்களாக ரத்தத்தின் பலனால் வாழுவே சொர்க்கத்தில் கோடி கோடி யுகங்களாக ரத்தத்தின் பலனால் வாழுவே சொர்க்கத்தில் கோடி கோடி யுகங்களாக
கோடி கோடி யுகங்களாக ரத்தத்தின் பலனால் வாழ்வீர் சொர்க்கத்தில் கோடி கோடி யுகங்களாக ரத்தத்தின் பலனால் வாழ்வீர் சொர்க்கத்தில் கோடி கோடி யுகங்களாக. Hallelujah, hallelujah, hallelujah. Yes, that is the great privilege. We are going to live with crores and crores of years in heaven by the blood of Jesus. Let's praise God. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൻ ഫലമായി കോടിക്കണക്കിന് വർഷങ്ങൾ സ്വർഗത്തിൽ ദൈവത്തോട് ചേർന്ന് നാം ജീവിക്കാൻ പോകുന്ന സൗഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. கர்த்தராகிய இயேசுவின் ரத்தத்தின் பலனால் நாம் கோடிக்கணக்கான வருஷங்கள் தேவனோடு நாம் வாசம் பண்ணுகிறபடி அந்த பாக்கியத்திற்காய் கர்த்தரை ஸ்தோத்திரிப்போம். Praise Lord, 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 praise Lord. Let the Lord may undertake the rest of this meeting also and communion service also. Let's praise God. കൂടിവരവിന്റെ ശിഷ്ടമുള്ള ഭാഗത്തെയും കർത്തൃമേശയും കർത്താവിന്റെ ഭരവേറ്റ് നടത്തട്ടെ, അതിനായി സ്തോത്രം ചെയ്യാം. இந்த கூட்டத்தின் மீதியான பாகத்தையும் கர்த்தருடைய மேசையும் கர்த்தராமே பொறுப்படுத்திக் கொள்ளும்படியாய் நாம் ஸ்தோத்திரம் பண்ணுவோம். Praise Lord, 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 praise Lord. Sit. കരുണാസമ്പന്നനായ ദൈവമേ, നല്ല പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടി കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ശുദ്ധീകരണ പ്രാർത്ഥനകളെല്ലാം കർത്താവ് ഭാരമേറ്റ് നടത്തി അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ടുവരുവാനും ഒരു വലിയ വിശുദ്ധീകരണം പ്രാപിപ്പാനും ദൈവത്തോടെടുക്കുവാനും ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനും കൊണ്ട് ഞങ്ങളുടെ ജീവിതം നൽകി തന്ന നല്ല സമയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യാസമയം ദൈവസന്നിധിയിൽ കടന്നു വന്ന ആത്മാവിൽ പാടി കർത്താവിൽ ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ രക്തത്തിന്റെ ശക്തിയെ ഒരു പ്രാവശ്യം കൂടി അനുഭവിച്ചറിയുവാൻ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ രക്തത്തിന്റെ ശക്തിയാൽ കർത്താവ് ഞങ്ങളുടെ സകല പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ സകല രോഗങ്ങൾക്കും കർത്താവ് വിടുതൽ നൽകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവ് നടക്കുന്ന ശുശ്രൂഷകളെയും കർത്താവ് ഭാരമേറ്റ് നടത്തി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയവർത്തനയ്ക്ക് ആവശ്യമായ സ്വർഗീയാലോചന തിരുവചനത്തോടെ ഞങ്ങളെ കേൾപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കേണ്ട തിരുവത്താഴ് ശുശ്രൂഷയും കർത്താവ് ഭാരമേറ്റ് നടത്തി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ രക്തത്തിനും മാംസത്തിനും ഞങ്ങളെ പങ്കാളികളാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളവരെയും കർത്താവിന്റെ സാന്നിധ്യത്തിൽ സൂക്ഷിച്ച് ഞങ്ങളുടെ നാളിനാട്ടൊരുക്കി കാത്തുകൊള്ളും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദിവ്യരക്തത്താൽ സുത്തനായി യേശുക്രിസ്തു എന്റെ സ്വന്തമായി, ആ ദിവ്യരക്തത്താൽ ശുദ്ധനായി. യേശുക്രിസ്തു എന്റെ സ്വന്തമായി, ജയ ജീവിതം സത്യമായി, ജീവിതം ധന്യമായി. ജയ ജീവിതം സത്യമായി, ജീവിതം ധന്യമായി. ദിവ്യരക്തത്താൽ ശുദ്ധനായി, യേശുക്രിസ്തു എന്റെ സ്വന്തമായി. ദിവ്യരക്തത്താൽ ശുദ്ധനായി, യേശുക്രിസ്തു എന്റെ സ്വന്തമായി. ജയ ജീവിതം സത്യമായി, ജീവിതം ധന്യമായി. ജയ ജീവിതം സത്യമായി, ജീവിതം ധന്യമായി. Hallelujah. Much thankful to God for giving such a blessed opportunity to each one of us this night. ഇന്ന് രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഇത്ര മനോഹരമായൊരു അവസരത്തെ ദൈവം നൽകിയതിനാൽ ദൈവത്തിന് അധികം നന്ദി കരയേറ്റുന്നു. இந்த இரவு வேளையிலும் தேவன் நாம் எல்லோருக்குமே தந்த இந்த மிக அருமையான வாய்ப்புக்காய் கர்த்தருக்கு மிகவும் நன்றி.
For our meditation, shall we all turn our Holy Bible to the Gospel according to St. John, chapter 6, verse 56. നമ്മുടെ തിരുവചനാധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകം തുറന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെയും 66-ാം വാക്യം വായിക്കാം. நம்முடைய வேதவசன தியானத்திற்காக யோவான் எழுதின சுவிசேஷம் 6-ாம் அதிகாரம் 56-ாம் வசனத்தை வாசிப்போம். എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. He that eateth my flesh and drinketh my blood dwelleth in me, and I in him. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. என் மாம்சத்தை புசித்து என் இரத்தத்தை பானம் பண்ணுகிறவன் என்னிலே நிலைத்திருக்கிறான், நானும் அவனிலே நிலைத்திருக்கிறேன். In the Bible we see many blessings by eating the body of Christ and drinking the blood of Christ. യേശു ക്രിസ്തുവിന്റെ മാംസം ഭക്ഷിക്കുന്നത് മുഖാന്തരവും രക്തം കുടിക്കുന്നത് മുഖാന്തരമായി ഉള്ളതായ ലഭ്യമാകുന്ന അനവധി അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. இயேசு கிறிஸ்துவின் மாம்சத்தை புசித்து அவருடைய இரத்தத்தை பானம் பண்ணுகிறதுனால் வருகிற அநேக ஆசீர்வாதங்களை குறித்து வேதாகமத்தில் எழுதியிருக்கிறது. One of them is this. അതിൽ ഒന്ന് ഇതാണ്. அவைகளில் ஒன்று இது. He dwelleth in me. Jesus says, He dwelleth in me and I dwelleth in him. യേശു പറഞ്ഞിരിക്കുന്നു, ഞാൻ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവൻ എന്നിൽ വസിക്കും, ഞാൻ അവനിൽ വസിക്കും. இயேசு சொல்கிறார், அவன் என்னிலே நிலைத்திருப்பான், நானும் அவனிலே நிலைத்திருக்கிறேன். Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். So Jesus Christ gives his body and his blood because he wants to abide in us, and he wants we should abide in him. യേശു ക്രിസ്തു തന്റെ രക്തവും തന്റെ മാംസവും നമുക്ക് തരുന്നത് യേശു ക്രിസ്തു നമ്മിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും നാം അവനിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടുമാകുന്നു. நாம் அவரில் நிலைத்திருக்கும்படியாகவும் அவர் நம்மில் நிலைத்திருக்கும்படியாகுமே அவர் தம்முடைய மாம்சத்தையும் இரத்தத்தையும் நமக்கு கொடுக்கிறார். Abiding in a house or abiding in a place is very important to everyone in this world. ഒരു വീട്ടിൽ വസിക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വസിക്കുക എന്നത് ഈ ലോകത്തിലെ എല്ലാവരെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ஒரு வீட்டிலே வசித்திருப்பது, ஒரு இடத்திலே வாசம் பண்ணுவது என்பது இந்த உலகத்தில் உள்ள ஒவ்வொருவருக்கும் மிக முக்கியமான காரியமாகும். Concerning God also, he said, fox has holes in this world likewise, but and Son of Man or God has no place in this world to lay his head. ദൈവത്തെ സംബന്ധിച്ചും കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട്, എന്നാൽ മനുഷ്യപുത്രനോ തലചായിപ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. தேவனை குறித்தும் நரிகளுக்கு குழிகள் உண்டு, ஆகாயத்து பறவைகளுக்கு கூடுகள் உண்டு, ஆனால் மனுஷகுமாரனுக்கு தலை சாய்க்க இடமில்லை என்று சொல்லியிருக்கிறது. No, he has no place in this world to dwell. അവന് വസിപ്പാൻ ഈ ലോകത്തിൽ ഒരു ഇടവുമില്ല. அவருக்கு வாசம் பண்ணும்படியாக இந்த உலகத்திலே ஒரு இடமும் இல்லை. By communion service, Jesus Christ wants to dwell in us. We also should dwell in him. കർത്തൃമേശയിലൂടെയും കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു, നാം അവനിലും വസിക്കണം. கர்த்தருடைய பந்தியின் மூலமாக கர்த்தராகிய இயேசு கிறிஸ்து நம்மிலே வாசம் பண்ணும்படியாக விரும்புகிறார், நாமும் அவரிலே வாசம் பண்ண வேண்டும். That is the best privilege in this world. അതാകുന്നു ഇഹലോകത്തിൽ ലഭ്യമായിരിക്കുന്ന ഏറ്റവും ഉത്തമമായ സൗഭാഗ്യം. அதுதான் இந்த உலகத்தில் கிடைக்கப்படுகிற மிகவும் நல்ல பாக்கியம். That will be continued in eternity also. അത് നിത്യത വരെയും തുടർന്നു പോകും. அது நித்தியம் முழுதும் தொடர்ந்து வரும். Everyone should know that henceforth you are dwelling in God and God is dwelling in you. എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. ഇനി മുതൽക്ക് ദൈവം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദൈവത്തിലും വസിക്കുന്നു. ஆகையால் இனி முதல் தேவன் உங்களிலும் நீங்கள் தேவனிலும் வாசம் பண்ணுகிறீர்கள் என்பதை எல்லோரும் தெரிந்திருக்க வேண்டும். And if God dwells in us and we dwell in God, some blessings also written in the Holy Bible.
ദൈവം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ, നാം ദൈവത്തിൽ വസിക്കുന്നുവെങ്കിൽ ലഭ്യമാകുന്ന ചില അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. தேவன் நம்மில் வாசம் பண்ணினாலும் நாம் தேவனிலே வாசம் பண்ணும் பொழுது நமக்கு கிடைக்கப்பெறுகிற அநேக ஆசீர்வாதங்களை குறித்து வேதாகமத்தில் எழுதியிருக்கிறது. Because time is not permitting, I want to tell 2 or 3 things only. സമയം അനുവദിക്കുന്നില്ലതുകൊണ്ട് 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. நேரம் இல்லாதபடியினால் 2-3 விஷயங்களை மாத்திரம் சொல்கிறேன். 1 John chapter 3 verse 14. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. 1 യോവാൻ 3-ാം അധികാരം 14-ാം വചനം. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം, സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. We know that we have passed from death unto life, because we love the brethren. He that loveth not his brethren abideth in death. நாம் சகோதரரிடத்தில் அன்பு கூறுகிறபடியினால் மரணத்தை விட்டு நீங்கி ஜீவனுக்கு உட்பட்டு இருக்கிறோம் என்று அறிந்திருக்கிறோம். சகோதரனிடத்தில் அன்பு கூறாதவன் மரணத்திலே நிலை கொண்டிருக்கிறான். Sorry, that Bible says that we obey his commandment, so we dwell in him and he dwell in us. Yes, 24. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. And he that keepeth his commandments dwelleth in him, and he in him, and hereby we know that he abideth in us by the Spirit which he hath given us. 24-ாம் வசனம். அவருடைய கட்டளைகளை கைக்கொள்கிறவன் அவரில் நிலைத்திருக்கிறான், அவரும் அவனில் நிலைத்திருக்கிறார். அவர் நம்மில் நிலைத்திருக்கிறதை அவர் நமக்கு தந்தருளின ஆவியினாலே அறிந்திருக்கிறோம். Yes, 1 John chapter 3 verse 24. He that keepeth his commandments dwelleth in him and God dwells in him. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. தேவனுடைய கட்டளைகளை கைக்கொள்கிறவன் தேவனில் நிலைத்திருக்கிறான், தேவனும் அவனில் நிலைத்திருக்கிறார். We can say this in this manner: they that dwell in him, and if God is also dwelling them, they are obeying the commandments of God. ഇതിനെ നമുക്ക് വിധത്തിൽ പറയുവാൻ കഴിയും. ദൈവം ഒരുവനിൽ വസിക്കുന്നുവെങ്കിൽ, ഒരുവൻ ദൈവത്തിൽ വസിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കും. நாம் அதை இந்த விதத்தில் நாம் சொல்லலாம். தேவன் ஒருவனில் வாசம் பண்ணினாலும் அவன் தேவனில் வாசம் பண்ணினாலும் அதன் பொருள் என்னவென்றால் அவன் தேவனுடைய கற்பனைகளை கைக்கொள்கிறவன். Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். We know the commandments of God. Old Testaments is simplified in 2 commandments that we are seeing in Matthew chapter 22. ദൈവത്തിന്റെ കൽപ്പനകൾ എന്തെന്ന് നാം അറിയുന്നല്ലോ. പഴയ നിയമത്തിലെ കൽപ്പനകളെല്ലാം സംക്ഷിപ്തമായി 2 കൽപ്പനകളാക്കി അത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. தேவனுடைய கற்பனைகளை நாம் பழைய ஏற்பாட்டில் என்ன இருக்கிறது என்பது நமக்கு தெரியும் அல்லவா? அதை எல்லாம் சுருக்கத்தில் 2 கற்பனைகளாக மத்தேயு 22-ஆம் அதிகாரத்தில் சொல்லப்பட்டிருக்கிறது. And in New Testament Bible says 1 John chapter 5 verse 3, his commandments are not grievous. പുതിയ നിയമത്തിൽ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1 John chapter 5 verse 3. 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. 1 யோவான் 5-ஆம் அதிகாரம் 3-ஆம் வசனத்தின்படி புதிய ஏற்பாட்டிலே அவருடைய கற்பனைகள் பாரமானவைகளும் அல்லது துக்கப்படுத்துகிறவைகள் அல்ல. Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். Jesus Christ simplified the whole commandments of the Old Testament by 2 verses written in Matthew chapter 22. About New Testament commandments it is written, his commandments are not grievous. കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമത്തിലെ സകല കൽപ്പനകളെയും ലളിതമാക്കി ചുരുക്കി 2 വാക്യങ്ങളാക്കി തന്നിരിക്കുന്നു. അത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ കർത്താവിന്റെ കൽപ്പനകൾ ഒന്നും തന്നെ ദുഃഖകരമല്ല, ഭാരമുള്ളവയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. பழைய ஏற்பாட்டிலுள்ள எல்லா கற்பனைகளையும் கர்த்தராகிய இயேசு கிறிஸ்து 2 கற்பனைகளாக சுருக்கமாக சொல்லி இருக்கிறார். புதிய ஏற்பாட்டிலுள்ள இந்த கற்பனைகள் நமக்கு பாரமானவைகளும் துக்கமானவைகளும் அல்ல. If God dwells in us, if we dwell in God, we obey his commandments. ദൈവം നമ്മിൽ വസിക്കുന്നു എങ്കിൽ, നാം ദൈവത്തിലും വസിക്കുന്നുവെങ്കിൽ അവന്റെ കൽപ്പനകളെ നാം അനുസരിക്കും. நாம் தேவனில் வாசம் பண்ணினாலும் அவர் நம்மிலே வாசம் பண்ணினாலும் நாம் தேவனுடைய கட்டளையை கைக்கொள்வோம்.
by obeying his commandments, what is the use? ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? தேவனுடைய கட்டளைகளை கைக்கொள்ளுவதனால் என்ன பிரயோஜனம்? Revelation 22:14. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. வெளிப்படுத்தின விசேஷம் 22-ാം അധികാരം 14-ാം വചനം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. Blessed are they that do his commandments, that they may have right to the tree of life and may enter in through the gates into the city. ஜீவ விருட்சத்தின் மேல் அதிகாரம் உள்ளவர்கள் ஆவதற்கும் வாசல்கள் வழியாய் நகரத்தில் பிரவேசிப்பதற்கும் அவருடைய கற்பனைகளின்படி செய்கிறவர்கள் பாக்கியவான்கள். So, last blessed person is, blessed are they that do his commandments. ഒടുവിലത്തെ അനുഗ്രഹീതനായ വ്യക്തി എന്നത് അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന വ്യക്തിയാണ്. கடைசி பாக்கியவான்கள் அவருடைய கற்பனைப்படி செய்கிறவர்கள். And they may have right to the tree of life, and they may enter through the gates into the city New Jerusalem. അവർക്ക് ജീവവൃക്ഷത്തെങ്കിൽ അധികാരമുണ്ടാകും. അവർ ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ പുതിയ യെരൂശലേമിൽ കടക്കും. அவர்கள் ஜீவ விருட்சத்தின் மேல் அதிகாரம் உள்ளவர்கள் ஆவார்கள். அதுபோல வாசல்கள் வழியாய் புதிய எருசலேமாகிய நகரத்துக்குள் பிரவேசிப்பார்கள். No need to explain, the meaning is exposed, or that is revealed outwardly. ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ അർത്ഥം ബാഹ്യമായി പ്രകടമാകുന്നു, അല്ലെങ്കിൽ വെളിവായിരിക്കുന്നു. இதை விளக்கமாக சொல்ல தேவையில்லை. ஏனென்றால் இது ஏற்கனவே தெளிவாக்கப்பட்டிருக்கிறது, அது வெளிப்படுத்தப்பட்டிருக்கிறது. Secondly, இரண்டாவதாக if you read Psalm 110 and verse 10, 110-ാം സങ്കീർത്തനം 10-ാം വാക്യം വായിക്കുമ്പോൾ, சங்கீதம் 110 10-ാം വചനത്തെ വാസിക്കും പൊழுது, Psalm 111 verse 10, 111-ാം സങ്കീർത്തനം 10-ാം വാക്യം. അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു, തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവും ആകുന്നു. The fear of the Lord is the beginning of wisdom. A good understanding have all they that do his commandments. enough. கர்த்தருக்கு பயப்படுதலே ஞானத்தின் ஆரம்பம். அவருடைய கற்பனைப்படி செய்கிற யாவருக்கும் நற்புத்தி உண்டு. A good understanding have all they that do his commandments. അവന്റെ കൽപ്പനകളെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. அவருடைய கற்பனைப்படி செய்கிற யாவருக்கும் நற்புத்தியுண்டு. Good understanding. നല്ല ബുദ്ധി. நல்ல புத்தி. How many of you are having good understanding? Good understanding means bad understanding, medium understanding, many percentage understanding. They are good understanding. നിങ്ങൾ എത്ര പേർക്ക് നല്ല ബുദ്ധിയുണ്ട്? നല്ല ബുദ്ധിയുണ്ടെന്ന് പറയുമ്പോൾ മോശമായ ബുദ്ധിയുമുണ്ട്, ഇടത്തരത്തിലുള്ള ബുദ്ധിയുമുണ്ട്, ഒരു നിശ്ചിത ശതമാനം ബുദ്ധിയുമുണ്ട്. நல்ல புத்தி என்று சொல்லும் பொழுது உங்களில் எத்தனை பேருக்கு அது இருக்கிறது? நல்ல புத்தி என்று சொல்லும் போது அதே நேரத்தில் மோசமான புத்தி இல்லாது அரைகுறை புத்தியும் இருக்கிறது. I am stopping with that. അത് പറഞ്ഞ് അങ്ങനെ ഞാൻ നിർത്തുന്നു. ഇതോടെ നിർത്തിக் കൊള്ളുகிறேன். Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். Thirdly, மூன்றாவதாக Numbers 15 verse 40. സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. 40-ാം വാക്യം. என்னாகமம் 15-ാം അധികാരം 40-ാം വചനം. നിങ്ങൾ എന്റെ സകല കൽപ്പനകളും ഓർത്തനുസരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കേണ്ടതിന് തന്നെ, that ye may remember and do all my commandments and be holy unto your God. நீங்கள் என் கற்பனைகள் எல்லாம் நினைத்து அவையின்படியே செய்து உங்கள் தேவனுக்கு பரிசுத்தராய் இருக்கும்படி அதை பார்ப்பீர்களாக. So Numbers chapter 15 verse 40 says that, സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം പറയുമ്പോൾ, என்னாகமம் 15-ാം അധികാരം 40-ാം വചനം അത് சொல்லும் பொழுது, do all my commandments and be ye holy unto your God. നിങ്ങൾ എന്റെ സകല കൽപ്പനകളും അനുസരിച്ച് ദൈവത്തിന് വിശുദ്ധരായിരിപ്പിൻ. நீங்கள் என்னுடைய எல்லா கற்பனைகளையும் எல்லாம் செய்து நீங்கள் தேவனுக்கு பரிசுத்தராய் இருங்கள். What does it mean? അതിന്റെ അർത്ഥം എന്ത്? அதனுடைய பொருள் என்ன? Doing all commandments is holiness. സകല കൽപ്പനകളും ആചരിക്കുന്നതാകുന്ന വിശുദ്ധി. எல்லா கற்பனைகளையும் செய்வதே பரிசுத்தம். What is another meaning? മറ്റൊരർത്ഥം എന്താണ്? மற்றொரு பொருள், Holiness is divided into various commandments and given unto us so that easily we may follow that. വിശുദ്ധിയെ
പല കൽപ്പനകളായി വിഭജിച്ച് നമുക്ക് തന്നിരിക്കുന്നു. നിഷ്പ്രയാസം നാം അത് പാലിക്കേണ്ടതിന് പ്രമാണിക്കേണ്ടതിനായിട്ട്. பரிசுத்தத்தை அநேக கற்பனைகளாக பிரித்து நமக்கு கொடுக்கப்பட்டிருக்கிறது. ஏனென்றால் அதன்படி செய்வதற்கு நமக்கு மிகவும் எளிதாக இருக்கும்படியாக. Hallelujah. They that abide in me, if I abide in him, he is obeying my commandments. എന്നിൽ വസിക്കുന്നവൻ, ഞാൻ ഒരുവനിൽ വസിക്കുന്നു എങ്കിൽ അവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. நான் யாரில் வாசம் பண்ணுகிறேனோ அதுபோல எவன் என்னிலே வாசம் பண்ணுகிறானோ அவன் என்னுடைய கட்டளைகளை கைக்கொள்ளுவான். Why we have to obey his commandments? എന്തിനോ അവന്റെ കൽപ്പനകൾ നാം അനുസരിക്കണം. ஏன் அவருடைய கற்பனைகளை நாம் பின்பற்ற வேண்டும்? Revelation says to enter into the New Jerusalem gate. വെളിപ്പാട് പുസ്തകം പറയുന്നു ഗോപുരങ്ങളിൽ കൂടി പുതിയ യെരൂശലേമിൽ പ്രവേശിക്കേണ്ടതിന്. வெளிப்படுத்தின விசேஷம் சொல்கிறது வாசலின் வழியாய் புதிய எருசலேமுக்குள் பிரவேசிப்பதற்காக. At the gate angels will stand with books and they will open and see. If you obeyed the commandment, he will open the gate and send you inside of the New Jerusalem. വാതിൽക്കൽ ദൂതന്മാർ പുസ്തകവുമായി നിൽക്കും. അത് തുറന്നു നോക്കി നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അനുസരിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ യെരൂശലേമിൽ പ്രവേശിക്കേണ്ടതിന് വാതിൽ നിങ്ങൾക്കായി അവർ തുറന്നു തരും. அங்கே வாசலில் தேவதூதர்கள் புத்தகத்தோடு நிற்பார்கள். நீங்கள் தேவனுடைய கற்பனையின்படிதான் செய்திருக்கிறீர்களா என்று அந்த புத்தகத்தில் பார்த்து அப்படி செய்திருந்தால் உங்க வாசலை திறந்து உள்ளே உங்களை விடுவார்கள். So doing or obeying the commandment is very important. ആയതുകൊണ്ട് കൽപ്പന പ്രകാരം ചെയ്യുക, അനുസരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ஆகையால் கற்பனைகளுக்கு கீழ்ப்படிவது, கற்பனையின்படியே செய்வது என்பது மிகவும் முக்கியமான காரியமாகும். 1 Corinthians chapter 7 verse 19. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. முதலாம் கொரிந்தியர் 7-ாம் அதிகாரம் 19-ாம் வசனம். അഗ്രചർമ്മവും ഒന്നുമില്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്നത് അത്രേ കാര്യം. Circumcision is nothing and uncircumcision is nothing but the keeping of the commandments of God. விருத்தசேதனமும் ஒன்றுமில்லை, விருத்தசேதனம் இல்லாமையும் ஒன்றுமில்லை, தேவனுடைய கற்பனை கைக்கொள்வதே காரியம். So obeying the commandment is important. ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നതാകുന്നു പ്രധാനപ്പെട്ടത്. தேவனுடைய கற்பனைகளை கைக்கொள்ளுகிறதே மிக முக்கியமான காரியம். Not any other thing. മറ്റൊരു കാര്യവുമല്ല. மற்ற எந்த காரியம் இல்லை. See what things Jesus Christ included with his body and his blood. യേശു ക്രിസ്തു എന്ത് കാര്യമാകുന്നു എന്റെ ശരീരത്തിൽ, ഏതെല്ലാം കാര്യങ്ങളാകുന്നു, എല്ലാം കാര്യങ്ങളാകുന്നു തന്റെ മാംസത്തിലും രക്തത്തിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. கர்த்தராகிய இயேசு கிறிஸ்து தன்னுடைய மாம்சத்திலும் இரத்தத்திலும் எத்தனை காரியங்களை அடக்கி வைத்திருக்கிறார். If you read Isaiah 48:18, യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നാം വായിക്കുമ്പോൾ, ஏசாயா 48-ாம் அதிகாரம் 18-ாம் வசனத்தை வாசிக்கும் பொழுது, അയ്യോ, നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിൽ. Oh, that thou hadst hearkened to my commandments, then had thy peace been as a river and thy righteousness. என் கற்பனை கவனித்தாயானால் நலமாயிருக்கும். அப்பொழுது உன் சமாதானம் நதியை போலவும் உன் நீதி சமுத்திரத்தின் அலையை போலவும் இருக்கும். If you obey the commandment of God, peace will come unto you, your family, your working spot, as a river flowing, never dry that river. ദൈവത്തിന്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സമാധാനം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജോലി സ്ഥലത്തും ഒരിക്കലും വറ്റിപ്പോകാത്ത ഒരു നദി പോലെ ഒഴുകി വരും. நீங்கள் தேவனுடைய கற்பனைகளை கைக்கொண்டால் தேவனுடைய சமாதானம் வற்றாத நதி போல உங்களுக்கும் உங்களுடைய குடும்பத்திற்கும் நீங்கள் வேலை பார்க்கிற இடத்திற்கும் தொடர்ந்து ஓடி வந்து கொண்டே இருக்கும். Old Testament only 2 commandments. പഴയ നിയമത്തിൽ only 2 commandments. 2 കൽപ്പനകൾ. 2 കൽപ്പനകൾ മാത്രം പ്രമാണിച്ചാൽ മതി. പുതിയ ഏർപ്പാട്ടിൽ 2 കൽപ്പനകൾ One കൈക്കൊണ്ടാൽ is loving God. ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, ഒന്ന് ദേവനെ നേസിப்பது, another is love others, neighbors. മറ്റൊന്ന് അയൽക്കാരെ സ്നേഹിക്കുക. மற்றது பிறனை நேசிப்பது. New Testament, പുതിയ നിയമത്തിൽ புதிய ஏற்பாட்டில் commandments are there. Jesus said, Bible says, no one is grievous, all are easy. കൽപ്പനകളെല്ലാം അവിടെ ഉണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, കൽപ്പനകൾ ഉണ്ട് പുതിയ നിയമത്തിൽ. ഒന്നും ഭാരമായതോ കഠിനമായതോ പാലിക്കുവാൻ പ്രയാസമായതോ അല്ല, എല്ലാം വളരെ എളുപ്പം. ജീസസ് said, my yoke is easy, my burden is light.
യേശു തിരുവായി മൊഴിഞ്ഞു, എന്റെ ഭാരം ലഘുവും എന്റെ ചുമട് മൃദുവുമാകുന്നു. புதிய ஏற்பாட்டிலும் கற்பனைகள் இருக்கிறது. அதை குறித்து இயேசு சொல்கிறார், என்னுடைய கற்பனைகள் ஒன்றும் பாரமானவைகளும் துக்கப்படுத்திகளும் அல்ல, அவர் என் நுகம் மெதுவாயும் என் பாரம் லகுவாயிருக்கும் என்று சொல்கிறார். Psalm 19:8. 19 സങ്കീർത്തനം 8 വാക്യം. சங்கீதம் 19:8. The statutes of the Lord are right, rejoicing the heart. The commandment of the Lord is pure, enlightening the eyes. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. கர்த்தருடைய நியாயங்கள் செம்மையும் இருதயத்தை சந்தோஷிப்பிக்கிறதுமாய் இருக்கிறது. கர்த்தருடைய கற்பனை தூய்மையும் கண்களை திறக்கிறதுமாய் இருக்கிறது. Enlightening the eyes. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, கண்களை தெளிவிக்கிறதுமா இருக்கிறது. Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். Your eye, all trouble will go if you obey the commandment of God. നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുന്നുവെങ്കിൽ കണ്ണിലുള്ള സകല പ്രയാസങ്ങളും പോയി പോകും. நீங்கள் தேவனுடைய கற்பனை கை கொண்டால் உங்களுடைய கண்களில் இருக்கிற எல்லா பிரச்சனைகளும் போய்விடும். That commandment, God will enlighten your eyes. ആ കൽപ്പന മുഖാന്തരം നിങ്ങളുടെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിക്കും. அந்த கற்பனையின் நிமித்தமாக தேவன் உங்களுடைய கண்களை தெளிவிப்பார். Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். Nextly, அடுத்ததாக come to John chapter 15 verse 5. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിന്റെ 5 വാക്യത്തിലേക്ക് വരുമ്പോൾ, யோவான் எழுதின சுவிசேஷம் 15 அதிகாரம் 5 வசனத்துக்கு வரும்பொழுது, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. I am the vine, ye are the branches. He that abideth in me and I in him, the same bringeth forth much fruit. Enough. நானே திராட்சை செடி, நீங்கள் கொடிகள். ஒருவன் என்னிலும் நான் அவனிலும் நிலைத்திருந்தால் அவன் மிகுந்த கனிகளை கொடுப்பான். Hallelujah. Bible says, Jesus said, he that eat my flesh, drink my blood, he abideth in me, I abiding in him. വേദപുസ്തകം പറയുന്നു, യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഒരുത്തൻ എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ அவனிலும் அவன் என்னிலும் வசிക്കുന്നു. வேதாகமம் இப்படி சொல்லுகிறது. கர்த்தராகிய இயேசு கிறிஸ்து இவ்வாறு சொல்லுகிறார், ஒருவன் என் மாம்சத்தை புசித்து என்னுடைய இரத்தத்தை பானம் பண்ணினால் நான் அவனில் நிலைத்திருப்பேன், அவனும் என்னில் நிலைத்திருப்பான். This verse says, if Jesus dwells in us and if we dwell in Christ, we can give much fruit. ഈ തിരുവചനം പറയുമ്പോൾ യേശു നമ്മിൽ വസിക്കുന്നുവെങ്കിൽ, നാം യേശുവിൽ വസിക്കുന്നുവെങ്കിൽ വളരെ ഫലം കായ്പാൻ കഴിയുമെന്ന്. இந்த வசனம் இவ்வாறு சொல்லுகிறது, கிறிஸ்து நம்மிலே வாசம் பண்ணினால், இயேசுவில் நாம் வாசம் பண்ணினால் நாம் மிகுந்த கனிகளை கொடுப்போம். We are called and we are settled, we are planted in this garden of church to give much fruit unto God and to man. നാം വിളിച്ച വേർതിരിക്കപ്പെട്ട ഈ സഭയാം തോട്ടത്തിൽ സ്ഥിരപ്പെടുത്തപ്പെട്ട് നടപ്പെട്ടിരിക്കുന്നത് ദൈവത്തിനും മനുഷ്യർക്കും വളരെ അധികം ഫലം കൊടുക്കേണ്ടതിനു വേണ്ടിയാണ്. நம்மை அழைத்து இந்த சபையாக தோட்டத்தில் நிலைநாட்டப்பட்டு சிறப்படுத்தப்பட்டு வைத்திருக்கிறதன் காரணம் என்னவென்றால், நாம் தேவனுக்கும் மனுஷருக்கும் மிகுந்த கனிகளை கொடுக்கும்படியாகவே. If we do not have fruit, as Jesus Christ cursed the fruitless fig tree, that may come upon us and lastly gather together and put into eternal fire. നമുക്ക് നാം ഫലം കൊടുക്കുന്നില്ലെങ്കിൽ ഫലമില്ലാതിരുന്നതായ ആ അത്തിവൃക്ഷത്തെ യേശു ശപിച്ചതുപോലെ നമുക്കും സംഭവിക്കും. ഒടുവിലായി അതെല്ലാം ചേർത്ത് നിത്യ നരകാഗ്നിയിൽ തള്ളപ്പെടുവാനിടയാകും. நாம் பலன் கொடுக்காதவர்களாய் இருந்தால் இயேசு கிறிஸ்து சபித்த அந்த பட்டுப்போன அத்திமரத்தை போலாவும் அந்த அத்திமரமானது நித்திய அக்னியிலே எரிந்து போடப்படும். We should not give bitter fruits. நாம் கைப்புள்ள ഫലം കൊടുക്കരുത്. நாம் கசப்பான கனிகளை கொடுக்க கூடாது. We should not give wild fruits. நாம் വന്യമായ ഫലം കൊടുക്കരുത്. நாம் காட்டு கனிகளை கொடுக்க கூடாது. But we should give pleasant fruits, as we are reading in Song of Solomon chapter 4. ഉത്തമഗീത പുസ്തകം 4 അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ
കാമ്യമായ മനോഹരമായ ഫലം നാം കൊടുക്കണം. ഉന്നത പാട്ട് 4-ാം അധ്യായത്തിൽ വാസിക്കുന്നത് പോലെ ഉത്തമமான കണിகளை நாம் கொடுக்கிறவர்களாயிருக்க Praise வேண்டும். be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். And Matthew 3:8 says we have to give the fruits unto repentance. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നാം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. மத்தேயு 3-ஆம் அதிகாரத்தில் மனம் திரும்புதலுக்கு ஏற்ற கனிகளை கொடுக்க வேண்டும் என்று எழுதியிருக்கிறது. Philippians chapter 1 verse 11 says we have to give the fruits of righteousness. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം നീതിഫലം നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നു. பிலிப்பியர் 1-ஆம் அதிகாரம் 11-ஆம் வசனத்தில் நாம் நீதியின் கனிகளை கொடுக்க வேண்டும் என்று எழுதியிருக்கிறது. When we are taking water baptism, from that time onwards we are giving the fruits of righteousness. നാം ജലസ്നാനം എടുക്കുമ്പോൾ അത് മുതൽ നീതിഫലം കൊടുക്കുന്നവരായി തീരുന്നു. நாம் தண்ணீர் ஞானஸ்நானம் எடுக்கும் பொழுது அந்த நேரம் முதல் நாம் நீதியின் கனிகளை கொடுக்கிறவர்களாக இருக்கிறோம். In the midst of this difficult corona also, today God gave 14 people to take water baptism. That is a mystery. Father, shall we all praise God? ഈ കൊറോണയുടെ വിഷമകരമായ സന്ദർഭത്തിന് മധ്യത്തിലും ഇന്ന് 14 പേരെ ജലസ്നാനം എടുക്കുവാൻ ദൈവം സഹായിച്ചു. അതൊരു മർമ്മമാണ്. അതിനായി നാം ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. இந்த துக்கமான கொரோனா சமயத்திலும் கூட தண்ணீர் ஞானஸ்நானம் எடுக்க 14 ஆத்துமாக்களை தேவன் நமக்கு உதவி செய்யபடியால் கர்த்தரை நாம் ஸ்தோத்திரிப்போம். Praise the Lord, 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 praise the Lord. Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். And James 3:17 says we should give good fruits unto God. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ദൈവത്തിന് നാം സൽഫലം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. யாக்கோபு 3-ஆம் அதிகாரம் 17-ஆம் வசனத்தில் தேவனுக்கு நாம் நல்ல கனிகளை கொடுக்கிறவர்களாக இருக்க வேண்டும் என்று சொல்கிறது. As we all know, Galatians 5:22, we should give the fruit of the Spirit. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നാം അറിഞ്ഞിരിക്കുന്ന പോലെ ആത്മാവിന്റെ ഫലം നാം കൊടുക്കണം. கலாத்தியர் 5-ஆம் அதிகாரம் 22-ஆம் அதிகாரத்தில் சொல்லப்பட்டிருக்கிறபடி நமக்கு எல்லாரும் தெரிந்திருக்கிறபடி நாம் ஆவின் கனிகளை கொடுக்கிறவர்களாக இருக்க வேண்டும். Not 30%, 30% 30% அல்ல, not 60%, 60% 60% அல்ல, but much fruit. എന്നാൽ വളരെ ഫലം കൊടുക്കണം. ஆனாலும் ஏராளமான கனிகள். That is 100%. അത് 100%. அது 100% Along with that, Jesus said, without me you can do nothing. അതോടൊപ്പം യേശു ഇങ്ങനെയും പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. அதோடு கூட கர்த்தராகிய இயேசு கிறிஸ்து இவ்வாறு சொல்லியிருக்கிறார், என்னை இல்லாமல் நீங்கள் ஒன்றும் What does செய்யக்கூடாது. it mean? അതിന്റെ അർത്ഥം എന്താണ്? அதனுடைய பொருள் என்ன? I can make you that you give 100% fruits. 100% ഫലം കൊടുപ്പാൻ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഇടയാക്കുവാൻ കഴിയും. 100% உங்களுக்கு கனிகளை கொடுக்கும்படியாக என்னால் முடியும் என்று அதனுடைய பொருள். They that in me and I in him will give much fruit. ഒരുത്തൻ എന്നിൽ വസിച്ചാൽ ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കൊടുക്കും. ஒருவன் என்னில் வாசம் பண்ணினால் நான் அவனில் வாசம் பண்ணினால் அவன் மிகுந்த கனிகளை கொடுப்பான். He that eat my flesh, he that drink my blood is dwelling in me and I dwell in him. എന്റെ മാംസം ഭക്ഷിക്കുന്നവൻ എന്റെ രക്തം കുടിക്കുന്നവൻ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. என்னுடைய மாம்சத்தை புசித்து என்னுடைய இரத்தத்தை பானம் பண்ணுகிறவனில் நான் அவனில் வாசம் பண்ணுகிறேன், அவனும் என்னில் வாசம் பண்ணுவான். One more verse I will take and finish. ഒരു വചനവും കൂടെ എടുത്ത് പറഞ്ഞു ഞാൻ നിർത്താം. இன்னொரு வசனம் சொல்லி நான் முடிக்கிறேன். John chapter 15 verse 7. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. யோவான் எழுதின சுவிசேஷம் 15-ஆம் அதிகாரம் 7-ஆம் வசனம். നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. If ye abide in me and my words abide in you, ye shall ask what ye will, and it shall be done unto you. நீங்கள் என்னிலும் என் வார்த்தைகள் உங்களிலும் நிலைத்திருந்தால் நீங்கள் கேட்டுக்கொள்வது எதுவோ அது உங்களுக்கு செய்யப்படும். My words means Jesus Christ himself. എന്റെ വചനം എന്ന് പറയുമ്പോൾ യേശു തന്നെയാണ്. என் வார்த்தைகள் என்று சொல்லும்போது அது கர்த்தராகிய இயேசு கிறிஸ்துவே. One of the names of Jesus Christ is written in Revelation chapter 19, Word of God. യേശു ക്രിസ്തുവിന്റെ പേരുകളിൽ ഒന്ന് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവവചനമെന്ന്. இயேசு கிறிஸ்துவினுடைய ஒரு நாமத்தை குறித்து வெளிப்படுத்தல் 22-ஆம் அதிகாரத்தில் எழுதியிருக்கிறது தேவனுடைய வார்த்தை என்று. Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். So, if you in me and I in you, whatever you ask, that will be granted. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തപേക്ഷിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. நீங்கள் என்னிலும் என் வார்த்தையில் உங்களில் நான் உங்களிலும் நிலைத்திருந்தால் நீங்கள் கேட்டுக்கொள்வது எதுவோ அது உங்களுக்கு செய்யப்படும். What a glorious, what a blessed, what a excellent, what a pleasant
promise this is. ഇത് എത്ര മഹിമേറിയ മഹത്വപൂർണമായ ശ്രേഷ്ഠമായ സൗഭാഗ്യം സിദ്ധിച്ചതായ ഒരു വാഗ്ദത്തമാകുന്നു. இந்த வாக்குத்தத்தமானது எத்தனை ஆசீர்வதிக்கப்பட்ட, எத்தனை மகிமை நிறைந்த, எந்த மகத்துவமான மாட்சிமை நிறைந்த வாக்குத்தத்தம். Today we are eating his body and drinking his blood. ഇന്ന് അവന്റെ മാംസം നാം ഭക്ഷിക്കുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നു. இன்று நாம் அவருடைய மாம்சத்தை புசிக்கிறோம், அவருடைய ரத்தத்தை பானம் பண்ணுகிறோம். From today onwards, ഇന്ന് മുതൽക്ക്, இன்று முதல் whatever you ask according to this verse, that will be granted. ഈ വചനത്തിൻ പ്രകാരം നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടും. நீங்கள் கேட்டுக்கொள்வது எதுவோ அது இந்த வசனத்தின்படி உங்களுக்கு செய்யப்படும். Why Jesus insists us to take part in communion service? എന്തുകൊണ്ടാകുന്നു യേശു കർത്തൃമേശയിൽ സംബന്ധിപ്പാൻ നമ്മെ നിർബന്ധിക്കുന്നത്? ஏன் கர்த்தராகிய இயேசு கிறிஸ்து கர்த்தருடைய மேசில் பங்கு பெறும்படியாக நம்மை நிர்பந்திக்கிறார்? So that we may receive all prayer answers. നാം സകല പ്രാർത്ഥനാ മറുപടികളും പ്രാപിച്ചെടുക്കേണ്ടതിന് വേണ്ടിയാണ്. நம்முடைய எல்லா ஜெபங்களுக்கும் பதிலை நாம் பெற்றுக்கொள்ளும்படியாகவே. Child of God, when you go to the presence of God, Lord, you helped me to took part in the communion service. I believe 15:7 of John. Now I pray for this matter. Surely, certainly, without doubt, your prayer will be answered. ദൈവവേദനയിലെ ദൈവസന്നിധിയിൽ നീ കടന്നു ചെല്ലുമ്പോൾ, കർത്താവേ, കർത്തൃമേശയിൽ സംബന്ധിപ്പാൻ നീ എന്നെ സഹായിച്ചുവല്ലോ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ കർത്താവിനോട് പറയുന്നുവെങ്കിൽ ഈ വചനപ്രകാരം നിങ്ങളുടെ അപേക്ഷിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. நீங்கள் தேவனுடைய சமூகத்தில் சென்று கர்த்தாவே, கர்த்தருடைய மேசில் பங்கு பெற எனக்கு உதவி செய்தீரே. யோவான் 15-ாம் அதிகாரம் 7-ஆம் வசனத்தில் சொல்லப்பட்டிருக்கிறபடி நான் கேட்டுக்கொள்கிற எல்லா ஜெபங்களுக்கும் பதில் எனக்கு செய்யப்படும். Hallelujah. How many blessings in this world, if in this world such blessings, how many blessings in the coming world? ഈ ലോകത്തിൽ ഇത്രയധികം അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ വരുവാനുള്ള ലോകത്തിൽ എത്രയധികമായ അനുഗ്രഹങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. இந்த உலகத்திலே இத்தனை அதிகமான ஆசீர்வாதங்கள் இருந்தால் வரப்போகிற உலகத்திலே எத்தனை அதிகமான ஆசீர்வாதங்கள் இருக்கும். I think you all have written what I have told. ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും എഴുതിയെടുത്തു എന്നോ ഞാൻ കരുതുന്നു. நான் சொன்னதை எல்லாவற்றையும் நீங்கள் எழுதி கொண்டிருக்கிறீர்கள் என்று நான் விசுவாசிக்கிறேன். Go home and meditate and pray and receive not only prayer answers and all other blessings. വീട്ടിൽ പോയി നിങ്ങളത് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ മറുപടി ലഭിക്കുക മാത്രമല്ല സകല അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊള്ളുവീൻ. நீங்கள் வீடுகளில் போய் அதை வாசித்து தியானித்து ஜெபம் பண்ணிக் கொள்ளுங்கள். ஜெபம் பண்ணி பதில் மாத்திரத்தை பெற்றுக்கொள்ளாமல் எல்லா விதமான ஆசீர்வாதங்களையும் பெற்றுக்கொள்ளுங்கள். Likewise, many blessings are written in the Bible. ഇതുപോലെ പല അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. இப்படியாக வேத புத்தகத்திலே अनेक ஆசீர்வாதங்களை குறித்து எழுதியிருக்கிறது. To receive all the blessings only, Lord is telling, eat my body, drink my blood. ഈ അനുഗ്രഹങ്ങളൊക്കെയും പ്രാപിക്കേണ്ടതിനാകുന്നു കർത്താവ് പറയുന്നത്, എന്റെ രക്തം കുടിക്കുക, എന്റെ മാംസം തിന്നുക എന്ന്. இந்த எல்லா ஆசீர்வாதங்களையும் நாம் பெற்றுக்கொள்ளும்படியாகவே கர்த்தராகிய ஆண்டவர் நம்மிடத்தில் சொல்கிறார், என்னுடைய மாம்சத்தை புசியுங்கள், என்னுடைய ரத்தத்தை பானம் பண்ணுங்கள். How many of your heart is filled with gratitude and with joy? നിങ്ങളുടെ എത്ര പേരുടെ ഹൃദയം നന്ദിയാലും സന്തോഷത്താലും നിറയപ്പെടുന്നു? உங்களுடைய எத்தனை பேருடைய இருதயம் நன்றியினாலும் சந்தோஷத்தினாலும் நிரப்பப்படுகிறது? If it is so, close your eyes and lift up your hands and shout praise God. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. அப்படி இருந்தால் உங்களுடைய கண்களை அடைத்து உங்களுடைய கைகளை உயர்த்தி ஸ்தோத்திரம் பண்ணுங்கள். Hallelujah, 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 hallelujah. Praise the Lord, praise the Lord. Praise the Lord, 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 praise the Lord. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ ഓ Hallelujah.
hallelujah, 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 hallelujah. Amen. Dibakatura bara 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 bakada bara baushira katula tibara bara 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 bakada bara kada bara 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 kana tibai da bara bara balangada. Hallelujah, 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 hallelujah. Amen, 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 amen. So much of blessings, Lord, preserved within his communion service, today's communion service. How many of you believe by today's communion service we are going to receive all such blessings? Let's praise God. ഇന്നത്തെ കർത്തൃമേശയിൽ കർത്താവ് അനവധി അനുഗ്രഹങ്ങൾ വച്ചിരിക്കുന്നു. ഇന്നത്തെ കർത്തൃമേശയിൽ അനവധി അനുഗ്രഹങ്ങൾ കർത്താവ് തരുവാൻ പോകുന്നുവെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ചേർന്ന് സ്തോത്രം ചെയ്യാം. Hallelujah. Praise the Lord, 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 praise the Lord. Praise the Lord, 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 praise the Lord. Sit, mother. Pray. கர்த்தாவே நாங்கள் ஸ்தோத்திரிக்கிறோம். ஆசீர்வதிக்கப்பட்டதான நல்ல நாட்களை கர்த்தர் எங்களுக்கு தந்த தயவுக்காய் ஸ்தோத்திரம். கடந்த நாட்களில் தொடர்ச்சியாய் நடந்ததான சுத்திகரிப்பு கூட்டங்களை எல்லாம் தேவன் முற்றுமாய் பொறுப்பெடுத்து சுத்திகரிக்கப்பட்டு தெய்வத்தோடு நெருங்கக்கூடிய நல்ல அனுபவங்களை தந்த தயவுக்காய் ஸ்தோத்திரம். இந்த நாளிலும் இந்த சமூகத்திலே எங்களை கொண்டு வந்த ஆண்டவரே, தெய்வமே, பரிசுத்த பந்தியின் மேன்மை என்னென்பதை ஒன்று கூட நாங்கள் அறிந்து கொள்ளும்படியாய் உதவி செய்த தயவுக்காக நாங்கள் நன்றியோடு ஸ்தோத்திரிக்கிறோம். உடைய மாம்சத்தை புசித்து உடைய ரத்தத்தை நாங்கள் பானம் பண்ணும்போது மெய்யாகவே நாங்கள் உம்மிலும் நீர் எங்களிலும் நிலைத்திருக்கிறதான அனுபவம், தேவன் எங்களிலே வாசம் செய்கிற அனுபவம், நாங்கள் தெய்வத்தோடு வாசம் செய்கிறதான விளையேற பெற்ற அனுபவமாயிருக்கிற தயவுக்காக நாங்கள் நன்றியோடு ஸ்தோத்திரிக்கிறோம். அதற்காக நாங்கள் கற்பனைகளை கை கொள்ளும் போது ஆண்டவரே, மெய்யாகவே கர்த்தாவே, நாங்கள் பாக்கியவான்களாக இருப்போம் என்றும், நல்ல புத்தி எங்களுக்குள்ளே உண்டாயிருக்கும் என்றும், சமாதானம் உண்டாயிருக்கும் என்றும், கர்த்தாவே வாசல் வழியாய் புதிய எருசலேமுக்குள்ளே நாங்கள் பிரவேசிப்போம் என்றும் ஆண்டவரே, மெய்யாகவே கர்த்தாவே எங்களோடு உணர்த்தினதான தயவுக்காய் ஸ்தோத்திரம். எங்களுடைய கண்களை திறக்கிறபடினால நாங்கள் நன்றியோடு ஸ்தோத்திரிக்கிறோம் ஆண்டவரே. மெய்யாகவே கர்த்தாவே லார்ட், இதன் மூலமாக மிகுந்த கனிகளை, நல்ல கனிகளை கொடுப்போம் என்றும், இதன் மூலமாக கர்த்தாவே எங்களுடைய ஜெபத்துக்கெல்லாம் பதில் கிடைக்கும் என்று கர்த்தாவே நீர் எங்களோடு பேசின தயவுக்காக நாங்கள் நன்றியோடு ஸ்தோத்திரிக்கிறோம். மெய்யாகவே நாங்கள் கர்த்தாவே பரிசுத்த பந்தியில பங்கெடுத்து சொல்லப்பட்ட ஆசீர்வாதங்கள் எல்லாம் தொடர்ச்சியாய் அனுபவித்து கர்த்தாவே அநேகருக்கு முன்பாக நாங்கள் சாட்சியாய் நிற்கத்தக்கதாக எல்லாருக்கும் உதவி செய்யும். துதியும் கனமும் மகிமையுமே செலுத்துகிறோம், ஏற்றுக்கொள்ளும். இயேசுவின் நாமத்தில் வேண்டிக் கொள்கிறோம் பிதாவே, ஆமென். Hallelujah. Now Bible reading, 1 Corinthians chapter 11 verses from 23 to 32. 1 Corinthians 11 chapter from verse 23. For I have received of the Lord that which I also delivered unto you, that the Lord Jesus Christ, the same night in which he was betrayed, took bread. And when he had given thanks, he brake it and said, Take, eat, this is my body which is broken for you. This do in remembrance of me. After the same manner also he took the cup when he had supped, saying, This is the New Testament in my blood. This do ye as oft as ye drink it in remembrance of me. For as often as ye eat this bread and drink this cup, ye do show the Lord's death till he come. Wherefore, whosoever shall eat this bread and drink this cup of the Lord unworthily shall be guilty of the body and the blood of the Lord. But let a man examine himself, and so let him eat of that bread and drink of that cup. For he that eateth and drinketh unworthily eateth and drinketh damnation to himself, not discerning the Lord's body. For this cause many are weak and sickly among you, and many sleep. If we would judge ourselves, we should not be judged. But when we are judged, we are chastened of the Lord, that we should not be condemned with this world. So when we come with bread and wine, if you turn this side, we can cross through that center line and we can share with you. So instead of sitting facing front, you have to turn your sides and facing side by side. 6 ലൈൻ ഉണ്ട്. കസേരയെ തിരിച്ചിട്ട് മുഖം നോക്കി ഇരിക്കുക. The same place.
ഇരിക്കുന്ന അതേ ഇടത്ത് തന്നെ. Lord, even now prepares us to receive not only this communion service, but the after blessings. Father, let us praise God. കർത്താവ് ഈ കർത്തൃമേശ സംബന്ധിക്കേണ്ടതിന് മാത്രമല്ല പിന്നീട് അനുഗ്രഹം പ്രാപിക്കേണ്ടതിനും നമ്മെ ഒരുക്കുന്നു. അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. You might have taken many decisions. Once again, take a decision this last time, so that God will give you grace to do according to that new decision. നിങ്ങൾ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം. ഈ അവസാന സമയത്തും നിങ്ങൾ വീണ്ടും തീരുമാനമെടുപ്പിൻ. നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. Small or great, make a new decision, at least about your prayer or your fasting or your coming to church or your faithfulness, about anything, take a new decision. നിങ്ങൾ ചെറുതായാലും വലുതായാലും ഒരു പുതിയ തീരുമാനമെടുപ്പിൻ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ സംബന്ധിച്ചോ, നിങ്ങൾ സഭയിൽ വരുന്നതിനെ സംബന്ധിച്ചോ, ദൈവസന്നിധിയിൽ വരുന്നതിനെ സംബന്ധിച്ചോ, ഏത് വിധത്തിലായാലും ചെറുതായാലും വലുതായാലും ഒരു പുതിയ തീരുമാനമെടുപ്പിൻ. Yes, Lord has given privilege or grace to do so. Let's praise God. കർത്താവ് അങ്ങനെ ചെയ്യുവാൻ ഭാഗ്യം നമുക്ക് കൃപ തന്നുവതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. This is the body of Jesus. ഇത് യേശുവിന്റെ ശരീരമാണ്. Jesus Christ, before his crucifixion, took the bread and broke it and gave to eat them and said, "This is my broken body." യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപായി അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് ഇതെന്റെ നുറുക്കപ്പെട്ട ശരീരമാകുന്നു എന്ന് പറഞ്ഞു. Take and eat. നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പീൻ. Same Christ is in our midst. അതേ ക്രിസ്തു ഇപ്പോൾ നമ്മുടെ മധ്യേ ഉണ്ട്. Let the Lord may bless this bread as his body. Let the Lord may bless this. For that shall we all pray. കർത്താവ് ഈ അപ്പത്തെ തന്റെ സ്വന്തം ശരീരമായി മാംസമായി വാഴ്ത്തി നമുക്ക് തരേണ്ടതിനായി പ്രാർത്ഥിക്കാം. Hallelujah. Jesus. Ori bakatura ida bakata bara bakata bara bakata baushida katula tula 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 tula. Rikara bara karabala. Bless, bless, bless. Change, change, change. Yes, we. This bread as your body. Jesus' name, Father. Amen. Likewise, Jesus Christ took the wine and they divided that unto them. Drink, this is my blood. So this wine is going to be changed as the blood of Jesus Christ. Let the Lord may change like that and bless and give. Further, let us pray. അതുപോലെ യേശു വീഞ്ഞ് എടുത്ത് അവർക്ക് കൊടുത്ത് ഇതെന്റെ രക്തമാകുന്നു, നിങ്ങൾ കുടിപ്പീൻ എന്ന് പറഞ്ഞു. അതുപോലെ ഈ വീഞ്ഞിനെയും കർത്താവ് വാഴ്ത്തി തന്റെ രക്തമാക്കി നമുക്ക് നൽകി തരേണ്ടതിനായി പ്രാർത്ഥിക്കാം. Hallelujah. Jeevakatura, Tulabakadabara, Kadabara Baushira Katura, Tinamana Bakadabara Bara 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 Bara. Oh, Amen. Hallelujah. Bless, bless, bless. Change this as your blood. Jesus' name, Father. Loving Heavenly Father, once again I humble myself, submit myself, surrender myself, give myself in thy hand. Quite unworthy I am. You know, Lord, about me. I am depending your mercy, depending your grace, depending your favor.
depending your love, show me mercy and help me to take part this and give to others also. Lord, as you have spoken unto us, give all blessings henceforth, especially help us to pray with faith that because I have taken this communion service, Lord will answer my prayer. Giving everything in thy hand, Jesus' name we ask the Father. Amen. Alleluia. പാട്ട് പാടും പാടും. ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ആത്മാവേ പാപത്തിൽ കാഴ്ച നീ കാണുക. ആത്മാവേ ശാപത്തിലായല്ലോ ഇത്രമാം സ്നേഹത്തിൽ ഇത്രനാൾ തുള്ളി ഞാൻ. ഇത്രമാം സ്നേഹത്തിൽ ഇത്രനാൾ തുള്ളി ഞാൻ. ഈ
സ്നേഹത്തെ ഓർക്കും ഞാൻ. ആത്മാവേ ഓർക്കണേ ഈ മഹാ സ്നേഹത്തെ. ആത്മാവേ ഓർക്കണേ ഈ മഹാ സ്നേഹത്തെ. ദൈവത്തിൻ പുത്രനേ സാധുവേ സ്നേഹിച്ചു. ദൈവത്തിൻ പുത്രനേ സാധുവേ സ്നേഹിച്ചു. ക്രൂശിന്മേൽ കാണുന്ന നായിക. ക്രൂശിന്മേൽ കാണുന്ന നായിക. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. കൽവാരിയിൻ കൈവരയിതാരേ അന്നേയിനോ அன்பு வைத்தே தன் ஜீவனை ஈந்தாரே. விலையேறு பெற்ற திரு ரத்தமே ஆவிலாவில் இன்று பாயுதே. விலையேறு பெற்ற திரு ரத்தமே ஆவிலாவில் இன்று பாயுதே. விலையேறு பெற்றோராய் உன்னை மாற்றவில்லையாக இந்த கால்வரி ക്രൂശിൽ കർത്തനാമേശു നിനക്കു വേണ്ടി കണ്ടിടുക നീ. കാൽവരി ക്രൂശിൽ കർത്തനാമേശു നിനക്കു വേണ്ടി പാപവും ശാപവും രോഗവും ചുമന്ന് നിർമ്മലരുധിരം ചൊരിഞ്ഞിടുന്നേ. പാപവും ശാപവും രോഗവും ചുമന്ന് നിർമ്മലരുധിരം ചൊരിഞ്ഞിടുന്നേ. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ. നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ. നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. പാപമറിയാത്ത പരിശുദ്ധനേശുവിൻ പാപങ്ങൾ അഖിലവും ചുമന്നുകൊണ്ട്. പാപമറിയാത്ത പരിശുദ്ധനേശുവിൻ പാപങ്ങൾ അഖിലവും ചുമന്നുകൊണ്ട്
അവകാശം നൽകുവാൻ ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ. നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ കാൽവരി ക്രൂശിൽ മരണം ആസ്വദിച്ചു ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു. കാൽവരി ക്രൂശിൽ മരണം ആസ്വദിച്ചു ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്ന വീട് ജയിച്ചു നാമം വാണിടാമല്ലോ. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്ന വീട് ജയിച്ചു നാമം വാണിടാമല്ലോ. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ. നിന്നെ പുത്രനാകിടും അവകാശം നൽകുവാൻ ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ. നിന്നെ പുത്രനാകിടും അവകാശം നൽകുവാൻ കാൽവരി ക്രൂശിൽ മരണം ആസ്വദിച്ചു ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു. കാൽവരി ക്രൂശിൽ മരണം ആസ്വദിച്ചു ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്ന വീട് ജയിച്ചു നാമം വാണിടാമല്ലോ. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്ന വീട് ജയിച്ചു നാമം വാണിടാമല്ലോ. കാൽവരി ക്രൂശിൽ മരണം ആസ്വദിച്ചു ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു. കാൽവരി ക്രൂശിൽ മരണം ആസ്വദിച്ചു ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്ന വീട് ജയിച്ചു നാമം വാണിടാമല്ലോ. 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 Hallelujah, 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 hallelujah. Yes, Lord help us, let's praise God. അതേ ദൈവം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. Hallelujah, 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 hallelujah. Let the name of the Lord might be glorified. Let's praise God. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ, അതിനായി സ്തോത്രം ചെയ്യാം. Oh, praise the Lord, 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 praise the Lord. Pray.
Holy and righteous Father, we do praise you and thank thee for this blessed evening time. Lord, come to thy presence and take part in thy flesh and blood. You have given this beautiful opportunity, Father. We praise you and thank thee, Lord. In this time of difficulty, you have opened doors before us to sanctify ourselves and come closer to you and to look into thy grace and to, Lord, once again humble ourselves and reconcile with you. You enabled us, Master. Lord, day by day in everyone's life, you are doing a definite and a clear work for that wonderful grace. We praise you and thank the Lord, even this evening time, to come to thy presence and to take part in that holy table. Lord, you enabled us all, Lord, to abide in that experience. Let everyone grow, Lord, in thy word, in thy love, in thy presence, Lord. Continuously come closer to you, enable us. So, Master, you are promised that you will give us divine peace. Lord, all the blessings and all the needful things for life and godliness, for this life and for the life to come. Lord, continuously keep that life abiding and to pray and get things done for the glory of God. Enable us, so Master, your commandments are not grievous. It is easy to follow. Lord, we are surrendering to that, to please thee at all times, so Master. Continuously walk in the footsteps and to see in thy coming and to see with thee in thy kingdom, Lord. Enable us. Bless all dear children. Lord, you have taken away all sickness, weakness from their lives. Lord, continuously let them live an overcoming life and see at thy coming. Let thy name be highly exalted. Prepare us. Once again, we commit everything in the precious hand. Let thy name alone be glorified continuously. In Jesus' precious name we ask thee, Father. Now may the love of God, sweet fellowship of the Holy Spirit, the grace of Jesus Christ may rest and abide with us until Jesus returns in glory. Amen. Hallelujah. 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 God bless you.